ബുഷ് ഓറഞ്ചിൻ്റെ ചെടിയാണ്. കുറച്ച് വലുപ്പവും പ്രായവും കൂടുതലുള്ള ചെടിയാണ്. കുറച്ച് കൂടുതൽ കായ്ച്ചിട്ടുമുണ്ട്. ഇതിൽ ചെറിയ വെള്ള പൂക്കളാണുള്ളത്. നല്ലൊരു മഴ പെയ്തതിന് ശേഷമാണ് ഇതിനെ നിലത്ത് നടുന്നത്. അത്യാവശ്യം വലിയ ബാഗിലാണ് ചെടിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു കുഴി നടാനായിട്ട് എടുക്കുന്നുണ്ട്. കോരി എടുത്തിട്ടിരിക്കുന്ന മണ്ണാണിത്. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കം വരുന്ന മണ്ണാണിത്. ആദ്യം തൂമ്പ കൊണ്ട് കുഴി എടുത്ത ശേഷം കമ്പി കൊണ്ട് മണ്ണ് ഇളക്കിയ ശേഷം വീണ്ടും തൂമ്പ കൊണ്ട് മണ്ണ് മാറ്റി കുഴിയാക്കുന്നുണ്ട്. ഇതിലേക്ക് ചാണകത്തിൻ്റെ പൊടിയും ജൈവവളവും കൂടെ മിക്സ് ചെയ്ത് മേൽമണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജൈവവളത്തിൻ്റെ മിക്സ്ചറാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടി ചേരുന്ന ജൈവവളമാണിത്. ഇനി ഇതിനെ മണ്ണ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇത് ഒരടി വീതിയും അത്രയും തന്നെ ആഴവുമുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത്. ബാഗിൻ്റെ ഒരു സൈഡ് മുറിച്ച ശേഷം അതിനെ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറുഭാഗത്തെ കവറും കൂടി കീറി എടുക്കുന്നുണ്ട്. ആദ്യമേ മുഴുവൻ കവറും ഊരി മാറ്റിയ ശേഷം കുഴിയിലേക്ക് വെക്കാനായിട്ട് ശ്രമിച്ചാൽ ചെടിയിലെ മണ്ണ് പൊടിഞ്ഞു പോകും. ഇനി ഒരു ഭാഗത്തു കൂടി പതിയെ പ്ലാസ്റ്റിക് കവർ അടിയിൽ നിന്നും വലിച്ചെടുത്താൽ മതിയാകും. 4 വശത്ത് നിന്നും മണ്ണ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ചെടി ഒട്ടും തന്നെ ചരിഞ്ഞു പോകാതെ വേണം നടാനായിട്ട്. കുറച്ച് മണ്ണ് ഇട്ട ശേഷം കാലുകൊണ്ട് മണ്ണ് ചുവട്ടി ഉറപ്പിച്ചു കൊടുക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇതിനെ കുഴിച്ചിടാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലതുപോലെ കായ്ക്കുകയുള്ളൂ. മിക്കപ്പോഴും ഇതിൽ കായ ഉണ്ടാകും. അതുപോലെ എല്ലാ സമയത്തും പൂക്കുകയും ചെയ്യും. നാരങ്ങ പോലെ ചെറിയ പുളിയും എന്നാൽ ഓറഞ്ചിൻ്റെ മണവും ചെറിയ രുചിയും കൂടി ചേർന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നാരങ്ങ വെള്ളം പോലെ ജ്യൂസാക്കി കുടിക്കാനാണ് ഏറ്റവും നല്ലത്. ചെടിയുടെ പ്രായത്തിനും വലിപ്പത്തിനും അനുസരിച്ചാണ് ഇതിൻ്റെ വില. തീരെ ചെറിയ ചെടിയാണെങ്കിൽ 150 രൂപയ്ക്ക് ലഭ്യമാണ്. ഇത്രയും വലിപ്പമുള്ള ചെടി 600 രൂപയ്ക്കാണ് ഞങ്ങൾ നഴ്സറിയിൽ നിന്നും വാങ്ങിയത്. വീട്ടിനടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ്. വില കൂടിപ്പോയോ എന്നൊന്നും അറിയില്ല. മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇത് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് അധികം കായയോട് കൂടിയ ചെടി വേണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ചെടി വാങ്ങിച്ചത്. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇതിൻ്റെ കായ വളരെ നല്ലതാണ്. വീട്ടിൽ കുഞ്ഞിന് പനങ്കൽക്കണ്ട് ചേർത്ത് ഇതിൻ്റെ ജ്യൂസ് എന്നും തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കടയിൽ നിന്നുമൊക്കെ വാങ്ങുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ഈ ബുഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കായയുള്ള ഒരു ചെടി വാങ്ങിക്കാൻ തന്നെ കാരണം. സാവകാശം കായ്ച്ചു തുടങ്ങിയാൽ മതിയെങ്കിൽ 150 രൂപയുടെ ഒരു ചെടി തന്നെ ധാരാളം മതിയാകും. 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ കായ പഴുത്ത് കഴിഞ്ഞാൽ പച്ച നിറം മാറി ചെറിയ മഞ്ഞ നിറമുണ്ടാകും. 12 മുതൽ 15 വർഷം വരെ നല്ലതുപോലെ കായ്ക്കും. എന്നാൽ ഒത്തിരി വലിയ മരമാവുകയുമില്ല. ഇത് ബഡ് ചെയ്ത ചെടിയാണ്. 15 വർഷമൊക്കെ കഴിയുമ്പോൾ ചെടി നശിച്ചു പോവില്ല. പക്ഷെ കായ കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു അലങ്കാര ചെടി കൂടിയാണ്. ഇതിൽ നിറയെ കായ്ച്ച് പഴുത്ത് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിഥികൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ പെട്ടെന്ന് അപ്പോൾ തന്നെ ഇതിൽ നിന്നും ഒരു കായ പറിച്ചെടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നാരങ്ങ വാങ്ങിച്ച് വീട്ടിൽ കരുതേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ നല്ല വെയിലത്ത് പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ തണുത്ത വെള്ളത്തിൽ ഇത് പിഴിഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ചാൽ വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. സിട്രസ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ഇതിൻ്റെ പഴം. വീട്ടിൽ സ്ഥലം കുറവുള്ളവർക്ക് വേണമെങ്കിൽ വലിയ ഗ്രോ ബാഗിൽ വീടിൻ്റെ ടെറസിൽ വേണമെങ്കിൽ വളർത്താവുന്നതാണ്. ഇനി അതല്ല ഒരൽപ്പം ചെടിയൊക്കെ നടാനുള്ള സ്ഥലമുള്ളവർ ഇത്തരത്തിലുള്ള ബുഷ് ഓറഞ്ചിൻ്റെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചോളൂ. കഴിഞ്ഞ ദിവസം ചെറിയ മഴ പെയ്തതുകൊണ്ട് മണ്ണിന് ഈർപ്പമുണ്ട്. എന്നാലും ചെടി നട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് പ്രത്യേക പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന മഴ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബുഷ് ഓറഞ്ചിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്